യെസ്, ആദ്യം വയനാട് മാനന്തവാടിയിലെ കടുവയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. കടുവയെ കണ്ട വയനാട് വൈത്തിരി അറമലയിൽ അർദ്ധരാത്രി വരെയും വനം വകുപ്പിനെതിരെ ജനകീയ പ്രതിഷേധമുണ്ടായി. കോൺഗ്രസും SDPIയും മാനന്തവാടി നഗരസഭാ പരിധിയിൽ ഹർത്താൽ ആരംഭിച്ചു. രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കുടുംബത്തിന് ഇന്നലെ കൈമാറിയിരുന്നു. കടുവയെ വെടിവെക്കുന്നതിന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വയനാട്ടിലെത്തുന്നുമുണ്ട്. വിവരങ്ങൾ നൽകാനായി ഫൈസൽ നെടുമ്പാല ചേരുകയാണ്. ഫൈസൽ, ഇന്നിപ്പോൾ രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളത് കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ സംഘം എത്തുന്നു. അതൊക്കെ വളരെ വിപുലമായി തന്നെ അവിടെ നടക്കുന്നതിനിടയിലാണ് വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിക്കുന്നതും പ്രതിഷേധമുണ്ടാകുന്നതും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു കടുവാ ഭീതിയിൽ കൂടെ വയനാട് കടന്നു പോവുകയാണ്. ജിൽസി, തീർച്ചയായും വയനാട് കടുവ മാത്രമല്ല എല്ലാ തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്നലെ ഇവിടെ പഞ്ചാരക്കൊല്ലിയിൽ രാവിലെ കടുവയുടെ ആക്രമണം ഉണ്ടായി. വൈകുന്നേരം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാത്രിയിൽ വൈത്തിരിയിൽ കടുവയെ കാണുന്നു. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ കാട്ടുപോത്തിറങ്ങുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മരിച്ച രാധയുടെ മൃതദേഹം ഒരു 8:30 തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 11 മണിയോടുകൂടി അവരുടെ പഞ്ചാരക്കൊല്ലിയിലെ കോളനി തന്നെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. ഇനിയിപ്പോൾ തന്നെ കടുവയുമായി ബന്ധപ്പെട്ട് കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കൃത്യമായി 6 അംഗങ്ങളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രിയിലും തിരച്ചിൽ തുടർന്നിരുന്നു. ഇന്ന് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തും. കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്കായിരിക്കും കടക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ നമുക്ക് വേണം ഈ ഒരു അവസരത്തിൽ പറയാൻ. കാരണം കടുവയെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോഴും ഓരോ ആളുകളും ഭീതിയോടെ തന്നെയാണ് ഇപ്പോഴും മാനന്തവാടിയിൽ കഴിയുന്നത്. ജിൽസി, ഫൈസൽ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമങ്ങൾ തുടങ്ങണമെങ്കിൽ ആദ്യം കടുവയെ സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പരിശോധനകളാണ്? മുൻപൊക്കെ കണ്ടതുപോലെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടി വരുമോ? ഈ പരിശോധനകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ തന്നെ വനംവകുപ്പ് സൂചിപ്പിച്ച ഒരു കാര്യമാണ് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കടുവക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുക. ഇന്ന് തെർമൽ ഡ്രോൺ ഉൾപ്പെടെ പ്രദേശത്ത് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു തെർമൽ ഡ്രോൺ എത്തിക്കുന്നതോടുകൂടി കടുവയെ കണ്ടെത്താൻ എളുപ്പമാകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് കരുതുന്നത്. കഴിഞ്ഞ പുൽപ്പള്ളിയിലൊക്കെ കണ്ടതുപോലെ തന്നെ തെർമൽ ഡ്രോണിൽ കടുവയുടെ സഞ്ചാരപഥം കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെയാണ് തെർമൽ ഡ്രോണിലുള്ളത്. അതുകൊണ്ട് തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്തുമ്പോൾ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു വനമേഖലയാണ്. അപ്പോൾ കടുവ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. ഇന്നലെ 5:30 വീണ്ടും ഈ ഒരു ജനവാസ മേഖലയിൽ കടുവ കൊന്ന അതേ പ്രദേശത്ത് തന്നെ വീണ്ടും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. പക്ഷേ അത് രാത്രി കണ്ട് ഇന്ന് ഈ ഒരു സമയം വരെ ആരും തന്നെ കടുവയെ കണ്ടിട്ടില്ല. അപ്പോൾ കടുവ വേറെ ഏതെങ്കിലും പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. തെർമൽ ഡ്രോണും സാധാ ഡ്രോണും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ നടത്തുക. ഏറെ പ്രയാസമാണെങ്കിൽ കുങ്കിയാനകളെ ഉൾപ്പെടെ പ്രദേശത്ത് എത്തിച്ചുകൊണ്ട് മുത്തങ്ങയിൽ നിന്ന് ആനകൾ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ ശ്രമം. RRT അംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കടുവക്കായുള്ള തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രി കൂടുതൽ ഫോഴ്സിന് വിന്യസിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിന് തന്നെയാണ് വനംവകുപ്പ് നേതൃത്വം നൽകുന്നത്. എന്തായാലും കടുവയെ വെടിവെക്കാൻ ഉത്തരവുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഇന്നലെ കൂട് സ്ഥാപിക്കുക, കെണി സ്ഥാപിക്കുക, അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം സാധാരണഗതിയിൽ പറയാറുണ്ട്, കടുവ ആരെങ്കിലും മറ്റ് ആളുകളെയൊക്കെ കൊല്ലുകയാണെങ്കിൽ വീണ്ടും അത് ബാക്കി ഭക്ഷിക്കാനായി അവിടേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും ശ്രമം വനംവകുപ്പ് ഇന്നലെ നടത്തിയോ? കൂടുവെച്ചോ കെണിവെച്ചോ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായോ? അതോ ഈ വെടിവെക്കലുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാനായിരുന്നോ തീരുമാനം?
ജിൽസി വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടമാണ്. ഇന്നലെ പ്രദേശത്ത് പഞ്ചാരക്കൊല്ലിയിൽ വൈകുന്നേരത്തോടു കൂടി തന്നെ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കൂട്ടിൽ കടുവ കുടുങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. കൂട് വെച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. എന്നിട്ടും സാധ്യമായില്ലെങ്കിൽ വീണ്ടും ഈ കടുവ ജനവാസ മേഖലയിൽ ഭീതി പരത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമകാരി ആവുന്ന ഒരു ഘട്ടം വന്നാൽ മാത്രമേ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്കുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുകയുള്ളൂ. അത് നമ്മുടെ ആ ഒരു ഉത്തരവിൽ തന്നെ കൃത്യം ആ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലും കടുവയെ കൂടുവെച്ച് പിടികൂടുന്നത് ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ഈ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൂടുതൽ ആളുകളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ മൃഗങ്ങളെയൊക്കെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലായിരിക്കും കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്കുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുക. എന്നിരുന്നാലും ഈ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമായ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ കടുവയെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഏറ്റവും ആത്യന്തികമായിട്ട് നടക്കേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടങ്ങളെല്ലാം തന്നെ പൂർത്തിയായ അവസാനമായിരിക്കും കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് വനംവകുപ്പ് കടക്കും.